അല്ല, എക്സ്ക്യൂസ് മീ, ഒന്നും നിന്നേ. ഈ കടമ്പളം വൈദ്യരുടെ വീട്ടിലേക്കായിരിക്കും അല്ലേ? അതെ. നന്നായി. എനിക്ക് അവിടെ വരെ പോകാതെ കഴിക്കാമല്ലോ. സുഭദ്ര കൊച്ചിനെ പെണ്ണ് കാണാൻ പോകുന്നവരായിരിക്കും അല്ലേ? ആ, നമ്മളായിരിക്കും വരാൻ. അതെ. നമ്മുടെ പേരെന്താ? കൃഷ്ണൻകുട്ടി. അയ്യോ, നല്ല പേര്. ഭാഗ്യവാൻ. സുഭദ്ര കൊച്ച അസല് കൊച്ചാ. പെണ്ണ് കാണുന്നതിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമല്ലോ. അന്നേരം ഈ പുതിയ കൊച്ചിന്റെ കൊടുത്തേര്. വീട്ടുകാരും അറിയണ്ട. ഒരിച്ചിരി മരുന്നാ. സുഭദ്രയ്ക്ക് എന്താ അസുഖം? അസുഖം കൊച്ചു പെണ്ണല്ലേ, ഒരു ചെറിയ വശപ്പശക് പറ്റിപ്പോയതാ. പാർട്ടി ഇവിടത്തുകാരനല്ല, അതുകൊണ്ട് നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. പത്യത്തിന്റെ കാര്യമൊക്കെ ഞാൻ സുഭദ്ര കൊച്ചിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. നിന്റെ മരുന്നും. അയ്യോ അയ്യോ, എന്റെ നാവ് കണ്ടുപോയി. മുടക്കി. സദാരാമ. എന്തോ ഓ, മാത്തുണ്ണിയാശാനെ ആശാൻ കലക്കി. അവര് കലങ്ങി. താങ്ക് യു. നീ നിന്റെ അമ്മാവൻ വൈദ്യരോട് പറയടാ, സുഭദ്ര കൊച്ചിനെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ. ഓ, അത് നടക്കത്തില്ല. വൈദ്യകലാനിധി പാസ്സായവനെ അമ്മാവനുള്ള കൊടുക്കത്തുള്ളൂ. ചികിത്സിക്കാൻ എന്നാ വൈദ്യകലാനിധി? അതൊരു ജന്മവാസനയല്ലേ? അത് ശരിയാ. അല്ലെങ്കിൽ ആശാന്റെ വരച്ചൊരു മാറ്റി തന്നത് ആരാ? ഞാനല്ലേ. അവിടെ രൂപി കള്ളോട്. എത്രയാ? ഒരു കുപ്പി കള്ള്, ചീനി, മീന്. 5.50. കാശെടുക്കടാ. എടാ, ഈ ഓസ് കൂടി നിർത്തിക്കൂടെ? നീ മദ്രാസിലാണ്, സിനിമയിലാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്ന സിനിമയിലും നിന്നെ കാണുന്നില്ലല്ലോ. എന്റെ ചാന്നാരെ ഞാൻ മടുത്തു. ഈ സിനിമാ ഫീൽഡ് ഞാൻ മടുത്തു. ഇനി ഒരു 5-6 കൊല്ലം ഗൾഫിലാണ്. അതാ ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് അല്ലേ? ചാന്നാരെ, അതാണ് മനസാക്ഷി എന്ന് പറയുന്നത്. എനിക്ക് പിന്നെ ഗ്ലാമറും സൗന്ദര്യവും അഭിനസത്യൊക്കെ ഉള്ളത് കൊണ്ട് ഏത് ഫിലിം ഫീൽഡ് പോയാലും ജീവിക്കാം. മറ്റുള്ളവരുടെ കാര്യം അതല്ലല്ലോ. ഞാൻ അവിടെ ചെന്നാൽ അവർക്ക് ക്ഷീണമാ, അവരെ പ്രാകും. അതാ ഞാനിങ്ങ് പോകുന്നത്. എടാ, ഞാൻ അങ്ങനെയല്ലോ കേട്ടത്. നിനക്ക് കോടമ്പക്കത്ത് ചായപ്പിടിയിലെ എടുത്തുകൊടുപ്പാണെന്നുള്ള പരമു പറഞ്ഞത്. അത് അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞതാ. അമ്മച്ചി, ഞാൻ വല്ല വഴിക്ക് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ എനിക്ക് 10,000 രൂപ ഉണ്ടാക്കിത്താ. ആ തെണ്ടി തിരിഞ്ഞാണെന്ന് ദാവും ദാവീതൊക്കെ താണ്ട ദുബായിക്ക് പോണു. 10,000 രൂപ കൊടുത്ത് അവരെന്നെ കൂടെ കൊണ്ടുപോകും. ചത്തുപോയ നിന്റെ മുതുകാലം നന്ദി ഉണ്ടാക്കി വെച്ചിരിക്കല്ലോ. തള്ളേ, ഞാൻ എന്റെ മോനെ എങ്ങും പോവണ്ട. ഉണ്ണിത്താൻ വെച്ചോണ്ടിരിക്കുന്ന കാവും കുളവും ഉണ്ടല്ലോ, അതിന്റെ അടുത്തായിട്ട് നിറയെ ഭൂതങ്ങൾ കാക്കുന്ന നിധിയാന്നാ പറയുന്നേ. എന്റെ മോൻ അതെടുക്കണം. ഈ തള്ളയുടെ ചൊറിഞ്ഞു കയറുന്ന വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ. കൊച്ചേട്ട 2 ചായ. എവിടുന്നാണ് ഉണങ്ങി നാരങ്ങ? നീരൊന്നും ഇല്ലല്ലോ. ഉള്ള തീരെ മതി. ഐസില്ലേ? ഇല്ല. എത്രയായി? 1.80. വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. മതി. എന്ത് പണിയാ കൊച്ചേട്ടത്? ചായ അല്ല, ചൂടുവെള്ളം. കല്യാണം മുടക്കി. കാലത്തെ കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ആർക്കിട്ടാണാവോ? എന്നെ വിളിച്ചോ? എന്താ ഒരു കഷായം കുടിച്ചതുപോലെ? എന്റെ ചായ പറ്റുമല്ലോ പറഞ്ഞാലുണ്ടല്ലോ. തന്നെ പറ്റിയാലോ? താൻ പോയി കടുപ്പത്തിൽ ചായ ഇട്. വീഡിയോ ഉണ്ടോ ഒരെണ്ണെടുക്കാൻ? ഇല്ല.
അപ്പൊ ഇത് ഓ ഇങ്ങനെ ഒരു പരമനാറി ഒരു വീടിയാണ്. ഓ എന്തൊരു സ്നേഹം. എടാ ദാവീദ്, അല്ല നമുക്കൊരു കല്യാണം കഴിക്കണ്ടേ? നമുക്കോ? അല്ല നിനക്ക്. എനിക്ക് ഞാൻ കഴിച്ചോളാം. ആഹാ. അല്ല മാതുണ്ണിയാശാനെ, നിങ്ങൾ ആ സുഭദ്ര കൊച്ചിനിട്ട് ചെയ്ത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി. അതിന് നിനക്കല്ലാടാ. ഈയിടെയായിട്ട് കളി അല്പം കൂടുന്നുണ്ട്. ആ പരമ ഇവിടെ ഇല്ലാത്ത ഇയാളുടെ യോഗം. പരമ വന്നെ ഇപ്പൊ അങ്ങ് ഞൊട്ടും. കടിക്കാൻ വല്ലതും വേണം? ചൊറിയാൻ വല്ലതുണ്ടോ? ആ വേണേ ചൊറിഞ്ഞുതരാ. അല്ല തനിക്ക് നിർബന്ധമായി അയക്കോ, എനിക്കൊരു വിരോധമില്ല. തണുത്ത് പോകാതിരിക്കാൻ വേണ്ടി എടുത്ത് കുടിച്ചതാ. നീ ആര് ഐസ് പെട്ടിയാ? കൊച്ചേട്ട ഒരു ചായ കൊടുക്കും. അല്ല വേണ്ട, ഇത് ഞാൻ കുടിച്ചോളാം. നീ കാശ് കൊടുത്താ മതി. അയ്യോ, അല്ല ജോണി, പരമൂനെ കണ്ട കാലം മറന്നല്ലോ. എടോ പറശ്ശിനിക്കട എത്തി, ഇറങ്ങി ഇറങ്ങി. അതാ പരമു. എടാ അളിയ, എനിക്കെന്താണ് എവിടെയാണ് ഈ പച്ച വെളിച്ചവും വിളക്കും? എടാ അളിയ, നിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയായിരുന്നു ഇത്രയും കാലം? കിഴക്കൻ തോട്ടത്തില്. കൊച്ചടാ സുഗന്ധനെ എന്താടോ കല്യാണം മുടക്കി? നമുക്കൊന്ന് കൂടണ്ടേ? എന്നാ വാ, നടക്ക്. ഒരു പിടിയും. ഇനി ഈ നാട്ടിൽ കുറെ കുത്തുമുട്ടൊക്കെ നടക്കും. എടാ ഉണ്ണിത്താനെ, താനെന്നെ പണിക്ക് കയറ്റണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞു. ആ എന്നാ കാര്യം? എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. ഞാൻ എന്നാ ചെല്ലിയേറ്റ് അങ്ങോട്ട് കയറുകയല്ലേ? ആ കാരണം കിഴക്കൻ തോട്ടത്തിൽ കിടന്ന് ഉഷ്ണപ്പെണ്ണ് പിടിച്ചവന്മാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ സൈറ്റ്. പരമാറി നിന്റെ തന്തയ്ക്കാളാ ഉഷ്ണപ്പെണ്ണ്. എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ. അടിയിലാണ്. ഓ പിന്നെ ഞൊട്ടും കുത്തി മലത്തി കളയാനെല്ലാത്തിനും പണി ചോദിക്കാൻ വരുന്നവരെ തല്ലിക്ക് വല്ലടാ. എന്റെ തന്തയും കൂടെ മുറച്ചുണ്ടാക്കിയടാ നിന്റെ ഈ കാണുന്ന എന്താ ഇത്? മാറ. അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനാ പറഞ്ഞത്, നീ മാറും. ചുമ്മാ കാലത്ത് തന്നെ കത്തിയും കുറുപടിയൊക്കെ ആയിട്ട്. എടോ വരാൻ. ആരുടെ മറ്റൊരുത്താ ഉഷ്ടപ്പെടുന്ന എന്നെ ഞാൻ കാണിച്ചു തരണ അപ്പു. എടോ ഇങ്ങോട്ട് വരാൻ. എടോ പാടോ മാറ. എന്തോ നടാ കിണിച്ചോണ്ടിരിക്കുന്നത്? ജോലി ചെയ്യാൻ പറയുന്നത് കേട്ടില്ലേ? പരമുവേ, നീ ഇന്നലെ ഉണ്ണിത്താൻ മുതലാളിയായിട്ട് ഉടക്കി അല്ലേ? ആ ചെറുതായിട്ട്. നീ ഇനി തോട്ടത്തിൽ പോകുന്നതാ വരമു? അതോ പണി പോയോ? പണി പോയൊന്നുമില്ല, ഞാൻ നിർത്തിപ്പോന്നതാ. അവിടെ നിൽക്കാൻ വരുന്നേ ഭയങ്കര അട്ടയാ. വേണ്ടേ? അല്ല ഇതാര് കല്യാണം മുടക്കി മാത്രമോ? കല്യാണം മുടക്കിയല്ല, കല്യാണം നടത്തിയ. ജോണി നീ ചോന്നേ. എടാ എടാ നീ ഇനി വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് പറയും, ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ വരും. എടാ നീ കവലച്ചട്ടികളോട് തെണ്ടി തിരിഞ്ഞു വന്നാലേ നിനക്ക് ഞാനിപ്പോ ആലോചിക്കുന്ന കല്യാണം മുടങ്ങും. അവര് നല്ല കുടുംബക്കാരടാ. ദത്ത് മനസ്സിലായോ? അല്ല മാതൃദേശനെ, താൻ ഇതുവരെ എനിക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ടോ? മുടക്കിയിട്ടുമില്ല. നീ വടാ. നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതുണ്ടോ? ആ അതുമല്ല, നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, മാമോദീസ മുങ്ങി ഒരു ക്രിസ്ത്യാനായിട്ടിങ്ങ് വാ. എവിടെ വേണേലും മുങ്ങാം. മലയെ തോമാറ്റന്റെ ഇവിടെ ഡോളിയെ കെട്ടിച്ചേരാവോ?
അത് ശരി. പക്ഷെ നിന്റെ കരന്തിരിവെന്നറിയണമല്ലോ. ഓ, അറിയിക്കാലോ. ദാ ഇത് കരം, ഇത് ഞാൻ കവലക്കെട്ടുമേ അല്ലടാ കുരങ്ങ്. പരമു, അവനെ അങ്ങ് വിട്ടേരെ. ഉണ്ണിത്താൻ അച്ഛനെ കരന്തിരിവ്. ഇതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന വഴിയായിരിക്കല്ലേ? എന്താ ഇത് പരമചേട്ടാ, നടുക്കവലിൽ വെച്ച്? ഛെ. അതൊക്കെ ചുമ്മാ തന്നെ. വാ, കടവരെ ഞാനും വരാം. എടാ ജോണി, നീ വാ. വാ. പരമചേട്ടാ, ഇത് ജോണിയല്ലേ, കാവിലെ കൊച്ചന്റെ ചേട്ടത്തിയുടെ? അതെ, പരമചേട്ടന്റെ അപ്രന്റീസ് ആയിരിക്കും അല്ലേ ചട്ടമ്പിത്തരം പഠിക്കാൻ? അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ പരമ ഇപ്പൊ ഭയങ്കര പാവ. ഓ പിന്നെ, ഞാനിപ്പോ കണ്ടല്ലോ ആ പാവത്തിന്. ഇതാ ഈ ഗീതക്കുഞ്ഞിന്റെ ഒരു കാര്യം. ഞാൻ ഏതാണ്ട് ഗജപോക്കിരിയാണെന്നാ വിചാരം. ഇപ്പൊ തന്നെ ദേ, ഞങ്ങൾ ഓരോ ചായയും കുടിച്ചോണ്ട് ആ ചായക്കട വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ ആ കല്യാണം മുടക്കി വന്ന് ഞങ്ങളെ ചുമ്മാ നാലും ചീത്ത വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ മാത്തുണ്ണിയാച്ചനെ ഞങ്ങളെ ചീത്ത പറയുന്നത്? അത് കേട്ടപ്പോ കുഞ്ഞു വിചാരിച്ച് നമ്മളെന്തോ അടിപൊളി ഉണ്ടാക്കണം അല്ലേ? പിന്നെന്തിനാ കഴുത്തിന് പിടിച്ച് ഞെക്കിയത്? അത് പിന്നെ നമ്മൾ പറയുന്നതിന് ഒരു ബലം വേണ്ടേ? അല്ലടാ. അതെ 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 അതെ, ഒരു പുണ്യാളൻ. എന്തിനെന്നല്ലേ അച്ഛനോട് വഴക്കുണ്ടാക്കിയേ? അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു, നേരല്ലേ? അത് പിന്നെ ചുമ്മാ അല്ല. പിന്നെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നടക്കുന്നു. ആ എടാ ഉവേ, എടാ കുഞ്ഞിനെ കൊണ്ടുപോടാ. ബാഗ്. ആ വിട്ടോ. പാടാ. ആ തരട്ടെ. എടാ പരമേ, ആ കൊച്ചങ്ങ് തെളിഞ്ഞു പോയല്ലോടാ, നമ്മുടെ പിള്ളാച്ചന്റെ കടയിലെ അലുവ പോലെ. പാവം ഗീതക്കുഞ്ഞ്. ഗീതക്കുഞ്ഞിന്റെ അമ്മയും പാവമാ, യശോദാമ്മ. ചെറുപ്പത്തി പട്ടിണി കിടന്ന് ഞാൻ ചത്തുപോകാരുന്ന ഇവരുടെ കാരണം കൊണ്ടാ അന്ന് ഞാൻ ആ ഗീതക്കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ യശോദാമ്മ കൊടുത്തായിരിക്കും. ഗീതക്കുഞ്ഞിന്റെ അച്ഛനായി പോയി, അല്ലെങ്കിൽ അന്നേ ഉണ്ണിത്താനെ കുത്തി മലത്തിയനെ. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന 10 തരം കുളം കോരിയത് അവനാ എന്റെ അച്ഛനുള്ള കാലത്ത്. അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, കുഴപ്പമൊന്നുമുള്ള സ്ഥലമല്ലല്ലോ. ഓപ്പൺ എയർ ആകുമ്പോ എന്ത് കുഴപ്പം സാറേ? ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ. കാവുംകുളത്തിൽ പ്രേതമുണ്ടെന്നാ നാട്ടുകാരുടെ വിശ്വാസം. ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം. പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല. അത് സാരമില്ല, തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ, നല്ലൊരു പ്രൊട്ടക്ഷനാ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടാ. അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, ആ പെണ്ണേതാ? അവൾക്ക് ഇത് തന്നെയാണോ തൊഴില്? ഏയ് പൈങ്കിളി, കുലസ്ത്രീയല്ലേ. അവിടത്തെ ഷാപ്പുകാരന്റെ ഭാര്യ. അയാളാണെങ്കിൽ ഒരു കിളവൻ. എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയില് അവൾ ആങ്ങളയ്ക്കൊരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ നാളെ കഴിഞ്ഞ് വറീതിനെ ഇങ്ങോട്ട് അയക്കട്ടോ? വേണ്ട വേണ്ട, എന്റെ കാര്യത്തിന് ഞാൻ വന്നേക്കാം. എന്നാ ഞാൻ പോട്ടെ. നീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞ് ഇങ്ങു പോകുന്നത്? ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത്. ഒരു പെണ്ണ് കേസാ. എന്താ സാഹിബിന്റെ ഭാര്യയെ കയറി പിടിച്ചോ? ഓടാ, അയാള് പെണ്ണൊന്നും കിട്ടിയിട്ടില്ല. ഇത് കേസ് വേറെയാ. എന്റെ മണിപ്പേഴ്സിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊരു ദിവസം ഗതികേറി സായിപ്പിന്റെ കയ്യിൽ ചെന്ന് പെട്ടു. ഫോട്ടോ കണ്ടപ്പോ അയാൾക്കൊരു പൂതി. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മുതലാളി, അവളെ ഒരു ദരിദ്രവാസി കെട്ടിപ്പോയി. ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. എവിടെ അയാളെ സമ്മതിക്കും? അവനവന്
ഇത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു വഴിച്ചെലവിന് ഒരു 5000 രൂപ തരാമെങ്കിൽ അവളെ പൊക്കാം. അയാൾ തരികല്ലെന്നാ ഞാൻ ഓർത്തത്. പക്ഷെ തന്നു. പിന്നെ പോരായിരിക്കും നോക്കൂ, ഞാൻ ഇനി പോന്നു. ഇനിയിപ്പോ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ 5000 രൂപ വേണം, അല്ലെങ്കിൽ അവളെ പൊക്കണം. നീ എന്താടി കൊച്ചു ഓടി ഓടി വരുന്നേ? ഇത് പിടി. സായിപ്പിന്റെ പെരിയളയ്ക്ക് സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെ. ഫൈമി. എടാ മിടുക്കാ. ഫൈമി, കരിമീനുണ്ടോ? കരിമീനില്ല, വരാലേ ഉള്ളൂ. എന്തിനാ ഫൈമി വരാല്? നീ എന്ത് തന്നാലും അതൊക്കെ കരിമീനല്ലേ? പോടോ. കെട്ടിയിടാണെന്നും പറഞ്ഞിരുന്നു, ദേ കേട്ടില്ലേ? അവൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ ഫൈമി, നീ അതൊന്നും കാര്യമാക്കണ്ട. എവിടുന്നാണോ പരമ്പോ നിനക്ക് ഇത്രയും മുഴുത്ത വരാല് കിട്ടുന്നത്? തോട്ടിൽ ചില നല്ല കുട്ടികൾ കിടന്നു. ചാന്നാരിക്കാരെ ആരോട് ചെന്ന് പറയരുത്. പറഞ്ഞാൽ ചിലപ്പോ അവന്മാരും രാത്രി ഇറങ്ങി തോട്ടി തപ്പോടും. ഒഴുക്കുവെള്ളത്തിൽ ഇത്രയും വിളഞ്ഞ വരാല് കാണാൻ വഴിയില്ലല്ലോ. അപ്പം തിന്നാ പോരെ, കുഴിയിടുന്നത് എന്തിനാ? വേണ്ടെങ്കി വാങ്ങണ്ട. ഒരുമാതിരി കള്ളന്മാരോട് വർത്താനം പറയുന്ന പോലെ. അല്ല, ഇതിപ്പം എവിടുന്നാണ്? എനിക്കെന്താ? കൊടുത്തേര് കൊടുത്തേര്. അത്രേ ഉള്ളൂ. നമുക്കൊന്ന് കാണണ്ടേ? പിന്നെ അണയുടെ അണയുടെ അത് മതി. ഓ, വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് സായിപ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ. കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. എടാ അത് പൊഞ്ഞു വെക്കണം, അതിന്റെ ഗ്യാസ് പോവും. കഞ്ചാവിന്റെ വില എന്താന്ന് നിനക്കറിയോ? കഞ്ചാവ് വലിക്കാൻ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചതാ. നിനക്ക് ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ. കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട്. കാവും കുളത്തിൽ മീൻ പിടിക്കാനോ? ഒന്ന് പോടാ കഴുത. കാവും കുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല, തടിയാ. ഈട്ടിത്തടി. തടിയോ? ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ സർക്കാരിന് അമുക്കിയ വക. കുറഞ്ഞതൊരു 10 ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണും. 5 കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ? ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാ? ഞാൻ കത്തിക്കണം ഇല്ലേ? കൊടുക്കും മിന്നിക്കണേ. എടാ പരമേ, ദിവസം 5 കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടലെ അങ്ങ് പൊക്കിയാലോ? എന്നിട്ട് ചായക്ക് രാമാനം വള്ളത്തിൽ കയറ്റി ചങ്ങനാശ്ശേരി കൊണ്ട് നിൽക്കണം. ഇതേ ഉള്ളാവല്ലോടാ. മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധി കളിച്ച കണ്ടില്ലേ? ഏതായാലും ശരിക്കും പ്ലാൻ ചെയ്താ മതി. അഞ്ച് നിനക്ക് 5 എനിക്ക് ലക്ഷം.